ഒക്ടോബർ 6 ഞായറാഴ്ച. മാർക്കോസ് 10:2-16 വരെ വാക്യങ്ങൾ. വിവാഹം ഒരു മനോഹരമായ സംഗതിയാണ്. പക്ഷെ ചിലപ്പോൾ കാര്യങ്ങൾ ശരിയായി നടക്കില്ല. അതിനെ തുടർന്ന് ദമ്പതികൾ വേർപിരിയാനോ വിവാഹമോചനത്തിനോ ശ്രമിക്കുന്നു. ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ദിവസങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ വിവാഹം കഴിച്ച് മോചനം നേടിയത് കുവൈറ്റിലെ ദമ്പതികളാണ്. 3 മിനിറ്റിനുള്ളിൽ അവർ വിവാഹമോചനം നേടി. വിവാഹം ജീവിതകാലം മുഴുവൻ നിലനിൽക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരസ്പരമുള്ള ബഹുമാനം. ഈ കുവൈറ്റ് ദമ്പതികൾക്ക് വിവാഹത്തിൻ്റെ ആദ്യ 3 മിനിറ്റിൽ തന്നെ പൊരുത്തപ്പെടാൻ സാധിക്കില്ല എന്ന് തെളിയിച്ചു. ഈ സംഭവത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ ദമ്പതികൾ ഒരു ജഡ്ജിയുടെ മുന്നിൽ വെച്ച് വിവാഹിതരായി. രജിസ്റ്ററിൽ ഒപ്പിട്ടതിന് ശേഷം അവർ തിരിച്ചു പോകുമ്പോൾ നിർഭാഗ്യമെന്ന് പറയട്ടെ, വധു കാല് തെറ്റി തറയിൽ വീണു. ഏതൊരു വരനും തൻ്റെ രാജകുമാരിയെ രക്ഷിക്കാൻ ആ സമയത്ത് ഓടിയെത്തുമായിരുന്നു. എന്നാൽ നമ്മുടെ വരൻ അവളെ ശകാരിച്ചുകൊണ്ട് യു ഫൂൾ എന്ന് വിളിച്ചു. വിവാഹ മണികൾ മുഴങ്ങി അധികം നേരം കഴിയുന്നതിന് മുമ്പ് തന്നെ ഇതുപോലുള്ളൊരു സ്വാഗതം ഒരിക്കലും ഒരു വധുവും ഇഷ്ടപ്പെടുന്നില്ല. അവൾ ഉടനെ തന്നെ രജിസ്റ്ററിൻ്റെ അടുത്തേക്ക് ഓടി, ജഡ്ജിയുടെ അടുത്തേക്ക് ഓടി വിവാഹമോചനം ആവശ്യപ്പെട്ടു. ഇന്നത്തെ സുവിശേഷം വിവാഹമോചനത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ ആരംഭിക്കുകയും ചെറിയ കുട്ടികളെപ്പോലെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചയിൽ അവസാനിക്കുകയും ചെയ്യുന്നു. ഫരിസേയർ യേശുവിനെ വീണ്ടും പരീക്ഷിക്കുകയാണ്. അവർ അവനെ സമീപിച്ച് ചോദിക്കുന്നു, ഏതെങ്കിലും കാരണത്താൽ ഭർത്താവ് ഭാര്യയെ വിവാഹമോചനം ചെയ്യുന്നത് നിയമാനുസൃതമാണോ? യേശു പ്രതികരിച്ചത് അവരോടൊരു ചോദ്യം ചോദിച്ചാണ്. മോശ നിങ്ങളോട് എന്താണ് കൽപ്പിച്ചത്? അവർ മറുപടി പറഞ്ഞു, വിവാഹമോചന ബിൽ എഴുതി അവളെ പിരിച്ചുവിടാൻ മോശ ഒരു ഭർത്താവിന് അനുവാദം നൽകുന്നുണ്ട്. യേശു ഫരിസേയരോട് തുറന്നു പറഞ്ഞു, നിങ്ങളുടെ ഷാഢ്യവും ഹൃദയകാഠിന്യവും നിമിത്തമാണ് മോശ വിവാഹമോചന ബില്ല് എഴുതാൻ അനുവദിച്ചത്. യേശുവിൻ്റെ കാലത്ത് സ്ത്രീകളും കുട്ടികളും സമൂഹത്തിലെ ഏറ്റവും നിർഭാഗ്യരായിരുന്നു. അവർക്ക് വളരെ കുറച്ച് അവകാശങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. യഥാർത്ഥത്തിൽ സ്ത്രീകളെ അവരുടെ ഭർത്താക്കന്മാർ കണ്ടത് അവരുടെ സ്വത്തായിട്ടാണ്. വളരെ ചെറിയ കാരണത്താൽ, ചിലപ്പോൾ കറി കരിഞ്ഞു പോയി, അല്ലെങ്കിൽ വീട് വൃത്തിയായി സൂക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രായമായി നരയെല്ലാം തുടങ്ങി, ഇങ്ങനെയുള്ള കാരണങ്ങളാൽ ഒരു പുരുഷന് തൻ്റെ ഭാര്യയെ വിവാഹമോചനം ചെയ്യാൻ സാധിക്കും. മോശയുടെ നിയമപ്രകാരം അയാൾ ചെയ്യേണ്ടത് വിവാഹമോചനത്തിലുള്ള ഒരു ബില്ല് എഴുതി ആ സ്ത്രീക്ക് കൊടുത്ത് അവളെ യാത്രയാക്കുക എന്നതായിരുന്നു. അതിന് വിപരീതമായി സമൂഹത്തിലെ ദുർബലരായ അംഗങ്ങളോട് യേശുവിന് പ്രത്യേക കരുതലുണ്ടായിരുന്നു. വിവാഹത്തിനായുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളിലൊന്ന് ദുർബലരായ സ്ത്രീകളെയും കുട്ടികളെയും ഏതെങ്കിലും കാരണത്താൽ ഉണ്ടാകുന്ന വിവാഹമോചനത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്നതാണ്. യേശു എല്ലാവരെയും, പ്രത്യേകിച്ച് സ്ത്രീകളെയും കുട്ടികളെയും, സമൂഹത്തിലെ മറ്റുള്ളവരുമായി തുല്യ നിലയിലായി കണ്ടു. അങ്ങനെ ചെയ്യുന്നതിലൂടെ
ദൈവത്തിൻ്റെ സ്നേഹവും ദൈവരാജ്യവും എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്ന് അവൻ അവരെ പഠിപ്പിച്ചു. ആളുകൾ യേശുവിൻ്റെ അടുക്കൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നതോടെയാണ് സുവിശേഷം അവസാനിക്കുന്നത്. ശിഷ്യന്മാർ അമ്മമാരെ ശാസിക്കുന്നു. എന്നിരുന്നാലും ദൈവരാജ്യം ഇതുപോലെയുള്ളവരുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് യേശു കുട്ടികളെ സ്വാഗതം ചെയ്യുന്നു. ഒരു കുട്ടിയുടെ വിനയത്തോടെയും തുറന്ന മനസ്സോടെയുമാണ് നമ്മൾ ദൈവരാജ്യം സ്വീകരിക്കേണ്ടത് എന്ന് യേശു ഊന്നി പറയുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.